ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് പിക്കാച്ചു ഗെയിമിംഗ് 124. ഗായ്സ്, നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു BMW M3യുടെ ഒരു ബിൽഡാണ് കേട്ടോ. ഇത് ഡീലർഷിപ്പിൽ നമുക്ക് വാങ്ങാവുന്നതാണ്. BMW ഇത് മോഡൊന്നുമല്ല, ഈ ഗെയിമിൽ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്യാരേജിൽ പോയിട്ട് നമുക്ക് BMWയുടെ വർക്ക് തുടങ്ങാം. ഗായ്സ്, ഇതാണ് ഇപ്പം എൻ്റെ വണ്ടികൾ ഉള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാ വണ്ടികളും പരിചയപ്പെടുത്താം. ഇത് ടൊയോട്ട സുപ്ര. ഇതെന്ന് വെച്ചാൽ ഈ കാറ് വെച്ച് ഡ്രാഗ് റേസ് എല്ലാം കളിച്ച് എനിക്കിത് ഇത്ര ബാഡ്ജ് കിട്ടി. ഇതല്ല സ്വിച്ച് പോയി. ഈ ടോപ്പിൽ കൊടുത്തതിനുണ്ടോ പിക്കാച്ചു എന്ന് എഴുതിയതിൻ്റെ മുകളിൽ ആദ്യത്തെ 500, പിന്നെ സിൽവർ, പിന്നെ ബ്രോൺസ്, ഗോൾഡ്. ഇതെല്ലാം ആ ഒരൊറ്റ കാർ കൊണ്ട് കിട്ടിയാണ്, ഒറ്റ ദിവസം കൊണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഗ്യാരേജിൽ പോയാൽ കാണിച്ചു തരാം. ഈ മസ്താങ് അറിയാവുന്നവർ വീഡിയോ കാണുന്നുണ്ട്. ഈ മസ്താങ് കണ്ട ആരുടെ മസ്താങ്ങെന്ന് ഗസ് ചെയ്യണം. ഒരു ചാലഞ്ചാണ്. ഓക്കെ, അപ്പം നമ്മുടെ നേരെ നമ്മുടെ വർക്കിലോട്ട് പോവുക. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ BMWനെ വർക്ക്ഷോപ്പിൽ കയറ്റാം. നമ്മൾ ആദ്യം ചെയ്യണ വണ്ടിയിൽ ഇതിന് പറ്റിയ കസ്റ്റം ഡിക്കയിൽ ഇത് തന്നെ. പക്ഷെ കസ്റ്റമല്ല, ഡിക്കയിൽ ഇതാണ് നമ്മൾ കൊടുക്കണത്. എന്നിട്ട് ഇനി നമ്മൾ കൊടുക്കണ ഇതിൽ ലഗ് ഓൾറെഡി ഉണ്ട്. ഇനി നമ്മൾ ഇതിന് വെക്കണത് സ്പോയിലറാണ്. നമ്മളിതിന് ബോഡി കിറ്റ്സ് കണ്ടടിക്കണ. നമ്മൾ BN എന്ന് പറയുന്ന ഒരു ബോഡി കിറ്റാണ് ഈ വണ്ടിക്ക് അടിക്കണേ. ഇപ്പോൾ കൈസ് എനിക്ക് ജലദോഷമൊക്കെ കേട്ടോ. നമ്മൾ ഈ വണ്ടിയുടെ പവർ എഞ്ചിൻ പിന്നെ സ്പൂണിൻ്റെ ഒരു എഞ്ചിനാണ്. 260 HP പ്രൊഡ്യൂസ് ചെയ്യണത്. അലോയ് വഞ്ഞത് XRR SSP ബ്ലാക്ക് എന്ന് പറയുന്ന ഒരെണ്ണമാണ്. ഇത് നമ്മൾ വെച്ചിട്ടുണ്ട്. നൈട്രോ വന്നത് ഇതാണ് NS 150 ഷോട്ട്. ടർബോ വന്നതെന്ന് വെച്ചാൽ ഇതാണ് ഗോൾഡൻ. പിന്നെ നമ്മളിതിൻ്റെ ടയറ് കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ കൊടുക്കണ എയർ സസ്പെൻഷനാണ്. പിന്നെ ഇതിന് ഡ്രാഗ് ടൈസിൽ ഏതൊരെണ്ണം ഇടാം. ഇതാണ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് ഡിസ്ക് ഒരു ലിമിറ്റഡ് എഡിഷനാണ് കേട്ടോ. ഇത് നമ്മൾ അതിൽ പോയാൽ കാണും ഒരു ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് അടക്കണതാണ്. അപ്പോൾ തന്നെ വണ്ടി ഏകദേശം ലുക്കായി. വണ്ടി ഇപ്പോഴും D എന്ന് പറയുന്ന ലെവലാണ്. പിന്നെ നമ്മൾ ഇതിന് കൊടുക്കേണ്ടത് ഇതാണ്. ഇത് ഇൻടേക്ക് പിന്നെ 2 സ്റ്റെപ്പാണ് നമ്മൾ കൊടുക്കണത്. അപ്പോൾ തന്നെ വണ്ടി SI. പിന്നെ നമ്മൾ കൊടുക്കണ പിസ്റ്റൺ എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ വണ്ടി RI. പിന്നെ ഇൻ്റർകൂളർ ഇതൊക്കെ പറ്റുമെങ്കിൽ വെക്കാം. നമ്മളിപ്പോൾ ഇതായിട്ട് ഓടിക്കണം വണ്ടിയിൽ. ഇനി ഭാവിയിൽ അതെല്ലാം മാറണം. പിന്നെ എക്സോസ്റ്റ് എന്നത് ഇതാണ്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ BMW. ഇത് അടിപൊളിയില്ലേ BMW? ഇപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞപ്പോൾ ഫുള്ള് ലോവേഡായിട്ട്. ഈ സാധനം എന്ന് വെച്ചാൽ ഞാൻ വെറുതെ യൂട്യൂബിൽ കണ്ടാണ് BMW എന്ന് പറഞ്ഞുകൊണ്ട് കാറ്. ഞാനും അതിൽ BMW എന്തോ ബ്ലാക്ക് ആയിരുന്നു ഇതേ വണ്ടി. അപ്പോൾ എനിക്കൊരാഗ്രഹം ഒരു BMW എടുത്ത് മോഡിഫൈ ചെയ്താലോന്ന്. ഞാനപ്പോൾ ഇങ്ങനെ ഓരോ ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഈ ഒരു ഡിക്കയിൽ ഭയങ്കര ഇഷ്ടമായി. ഞാനിത് ഉറപ്പിച്ച് അങ്ങനെ ഞാൻ ഒരു കസ്റ്റമായിട്ട് ഉണ്ടാക്കിയാണിത്. പിന്നെ ഈ മസ്താങ്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇത് നൗഫൽഖാക്ക് 8ാം സ്ഥാനം കിട്ടിയാണ് ദുബായിൽ ഒരു ഓട്ടോ ഷോയിൽ. ആ ഒരു മസ്താങ്ങിൻ്റെ ഏകദേശം റെപ്ലിക്കയാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കിയത്. അതേപോലെ അതിന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഞാൻ നമ്മുടെ BMൻ്റെ പവർ കാണിച്ചു തരാം. നമുക്ക് ഡൈനോ ചെയ്ത് നോക്കാം. പൊട്ടണുണ്ടോ?
ഗൈസ് ഇതാണ് ഇതിൻ്റെ പവർ വന്നത്. പൊട്ടണ ഒച്ചയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് പക്ഷേ വേണമെങ്കിൽ പാർട്സിനോട്ടിലൊക്കെ അതെ ഈ ഒരു എക്സോസ്റ്റില്ലേ വേണമെങ്കിൽ ഫുഡിലൊക്കെ ഇടാം, അല്ലെങ്കിൽ ഇതേ ഈ സൈഡൊക്കെ ഇടാം കേട്ടോ. ഞാൻ സൈഡ് ഇട്ടാണ് ഒരു വട്ടം, എനിക്ക് അത്ര ഇഷ്ടമായില്ല, കാരണം ഞാനത് വേണ്ടാന്ന് വെച്ച്. വൈദബൈ ഇപ്പം നമ്മൾക്ക് ഇത്രഞ്ഞുള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.